വാക്കുകൊണ്ട് പറയുന്നതല്ല സ്നേഹം, അത് പ്രകടനം ആവശ്യമുണ്ട്. എനിക്ക് നിന്നെ കൂടാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ചില സിമ്പിൾസ് എങ്കിലും ചില ആക്ഷൻസ് എങ്കിലും. നമ്മൾ ഒരുമിച്ച് കിടന്നുറങ്ങി രാവിലെ 5 മണിക്ക് എണീക്കുമ്പോൾ അവൾ എണീക്കുന്ന സമയത്ത് ഞാനും അറിയാതെ എണീറ്റ് പോവുകയും അവളോടൊപ്പം അടുക്കളയിൽ ചെല്ലുകയും, അവൾ അടുക്കളയിൽ ഒരു പണിയെടുക്കുന്ന സമയത്ത് ഞാൻ വേറൊരു പണിയെടുക്കുകയും രണ്ടുപേരെ ജോലികളൊക്കെ ഒരുമിച്ച് ചെയ്യുകയും, അവസാനം അടുക്കള പൂട്ടുന്നവരെ നമ്മൾ ഒരുമിച്ച് ആയിരിക്കുകയും ഒരുമിച്ച് വന്ന് കിടക്കുകയും, അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് സ്നേഹം എന്ന വികാരത്തിന് അർത്ഥമുണ്ടാവുന്നത്. എൻ്റെ സ്വന്തമാക്കാനുള്ള ഒരു താല്പര്യം ഈ സ്നേഹത്തിൻ്റെ ഉള്ളിൽ എല്ലാ സമയത്തും ഉണ്ട്. അത് പ്രണയത്തിലേക്ക് വരുന്ന സമയത്ത് അത് കുറച്ചുകൂടെ മൂർച്ചയുള്ള ഒരു കാര്യമായിട്ട് മാറും, ഈ പൊസസീവ്നെസ്. ഇപ്പോൾ വിവാഹത്തിന് മുമ്പുള്ള പ്രണയം, വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധങ്ങൾ, വിവാഹശേഷമുള്ള മറ്റാളുകളോട് തോന്നുന്ന, ഒന്നിൽ കൂടുതൽ ആളുകളോട് തോന്നുന്ന പ്രണയം, ഇതൊക്കെ ആളുകൾ തുറന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു. ആ തുടങ്ങിയ സമയത്ത് ഈ ഒരു കോൺഫ്ലിക്റ്റ് കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് പൊസസീവ്നെസ്സും ഉണ്ട്, അതേ സമയത്ത് വിശാലമാവാനുള്ള ഒരു ടെൻഡൻസിയും ഇത് രണ്ടും പ്രണയത്തിന് ഉണ്ടെന്ന് തോന്നുന്നു.